ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു സാധാരണക്കാരനായ ഒരു ഉപ്പ അവരുടെ കൊച്ചുമകളെയും കൂട്ടി ഒരു റെസ്റ്റോറൻറ്റ് മൂലക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാരാണ് ഇതുവരെ കണ്ടു കഴിഞ്ഞത്. എന്താണ് ഇത്ര പ്രത്യേകത എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. തൻ്റെ കൊച്ചുമകൾ തന്നോട് ഒരു ആഗ്രഹം പറയുകയാണ്, എനിക്ക് ഒരു ഷവർമ്മ കഴിക്കണമെന്ന് പറയുന്നു ഉപ്പയോട്. ഉപ്പ എന്ന് പറയുന്നത് ഈ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. ദിവസം കിട്ടുന്ന പണം കൊണ്ട് ജീവിതത്തിൻ്റെ രണ്ട് തലയും കൂട്ടിമുട്ടിക്കാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു ഉപ്പയാണ്. പക്ഷേ പറഞ്ഞത് കൊച്ചുമകളാണ്. ഏതായാലും ജോലിക്ക് പോകുന്ന സമയത്ത് കൊച്ചുമകളെയും കൂടി അങ്ങോട്ട് കൂട്ടാമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. ആ പോകുന്ന സമയത്ത് അവിടെ കാണുന്ന ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റിൽ തന്നെ തൻ്റെ കൊച്ചുമകളുമായിട്ട് ആ ഉപ്പ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുകയാണ്. പക്ഷേ മകൾ ഓർഡർ ചെയ്തത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ബർഗറായിരുന്നു. അതായിരുന്നു ആ കൊച്ചുമകളുടെ ഒരു ആഗ്രഹം. പക്ഷേ ആ കൊച്ചുമകളുടെ ആഗ്രഹപ്രകാരം ബർഗർ മേശപ്പുറത്ത് കൊണ്ടുവച്ച സമയത്ത് രണ്ടുപേർക്കും വിശക്കുന്നുണ്ട്, രണ്ടുപേരും ആഹാരം കഴിച്ചിട്ടില്ല. പക്ഷേ രണ്ടെണ്ണം ഓർഡർ ചെയ്യാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒന്ന് ഓർഡർ ചെയ്യുകയാണ്. പക്ഷേ ആ കൊച്ചുമകൾക്ക് അത് മനസ്സിലാവുന്നുണ്ട് താനും. ആ ഭക്ഷണം വന്ന സമയത്ത് ആ കൊച്ചുമകൾ കഴിക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ ഉപ്പയുടെ നേർക്ക് അതിൽ നിന്നൊരു പങ്കെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കൊച്ചുമകൾ മറന്നില്ല. ആ മകളുടെ സ്നേഹം അത്രമാത്രം ദൈവികമാണ്, അല്ലെങ്കിൽ പുണ്യമാണ്. പക്ഷേ ഉപ്പ സ്നേഹപൂർവ്വം അതിൽ നിന്ന് ഒരംശം വായിൽ വെച്ച് നോക്കിയതിന് ശേഷം ആ വയറ് തട്ടിക്കൊണ്ട് ഉപ്പ പറയുകയാണ്, എൻ്റെ വയറ് ഫുള്ളാണ്, എനിക്ക് വേണ്ട, മകൾ കഴിച്ചോളൂ എന്ന് പറയുന്ന ആ ഒരു വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ നിഷ്കളങ്കമാണ്, വളരെ പുണ്യമാണ്, വളരെ സ്നേഹമാണ്. അപ്പയും അതുപോലെ തന്നെ മകളും തമ്മിലുള്ള ആ സ്നേഹബന്ധം ഇന്ന് ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നത് എന്ന് പറയാൻ കാരണം, സാമ്പത്തിക നിലവാരം പലപ്പോഴും ആഗ്രഹങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങളൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും പല ഹോട്ടലുകളുടെ മുമ്പിലും അതുപോലെ തന്നെ റോഡുകളുടെ സൈഡിലുമായിട്ട് കുട്ടികൾ നിങ്ങളോട് ഭക്ഷണത്തിന് അപേക്ഷിക്കാറുണ്ട്. പക്ഷേ നമ്മളതെല്ലാം തട്ടിമാറ്റി പോകാറാണ് പതിവ്. നിങ്ങൾ പൈസയായിട്ട് കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. ഒരിക്കലെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് ഇത്തരത്തിൽപ്പെട്ട നല്ല നല്ല ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് ആ മക്കളെയും കൂടി നമ്മളൊന്ന് ചേർത്തി പിടിക്കണം. കാരണം ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ആഗ്രഹങ്ങൾ കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. കാരണം അവർക്ക് ഒരു നേരത്തെ ചിലപ്പോൾ ഒരു ബർഗറോ അതുപോലെ തന്നെ ചിലപ്പോൾ ഷവർമയോ ഒക്കെ കഴിക്കാൻ ആഗ്രഹമുണ്ടാവും. അവരുടെ ഉപ്പയ്ക്ക് ചിലപ്പോൾ അത് വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ പോകുന്നുമുണ്ടാവും. പക്ഷേ ആ സമയത്തായിരിക്കും നമ്മെപ്പോലുള്ള ആൾക്കാരെ അവർ കാണുന്നത്. തീർച്ചയായിട്ടും അവരെ നിങ്ങൾ മടക്കരുത്. പണം കൊടുത്തിട്ടില്ലെങ്കിലും ഭക്ഷണമെങ്കിലും നിങ്ങൾ വാങ്ങിക്കൊടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ വീഡിയോ കാണുന്ന അമ്മമാരും അച്ഛന്മാരും ഒരുപാട് സാധുവായ ജനങ്ങളും കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരത്തിൽപ്പെട്ട എന്തെങ്കിലും ഒരു അനുഭവം ചിലപ്പോൾ ഉണ്ടായി കാണും. ചിലപ്പോൾ അച്ഛൻ മരിച്ചു കാണും, ചിലപ്പോൾ ഉപ്പ മരിച്ചു കാണും. കുട്ടികൾ പല ആഗ്രഹങ്ങളും പറയും. പക്ഷേ നമ്മൾ അവരുടെ ആഗ്രഹങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ ബൂഫിയയിലും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിലെല്ലാം പോയതിന് ശേഷം അവർക്കൊരു ജ്യൂസും അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു കട്ട്ലേറ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബർഗറൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ഒരു സമയം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം ഇതൊക്കെ നാളത്തെ ജീവിതത്തെ തീർച്ചയായിട്ടും നമ്മളെ കുട്ടികൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഉപ്പ ആ മകളെ ചേർത്തിപ്പിടിക്കുന്ന സ്നേഹം, അല്ലെങ്കിൽ ആ മകൾ ആ ഉപ്പയെ ചേർത്തിപ്പിടിക്കുന്ന ഒരു സ്നേഹം, തീർച്ചയായിട്ടും ഇത് തന്നെയാണ്. നമ്മൾ പണമോ അല്ലെങ്കിൽ പ്രതാപമോ വസ്ത്രമോ അതൊന്നുമല്ല നമ്മളുടെ ജീവിതത്തിൻ്റെ അളവുകോൽ. സ്നേഹബന്ധമാണ്. ഉപ്പയും ഉമ്മയും തമ്മിലുള്ള സ്നേഹം, അതുപോലെ തന്നെ കുട്ടികളും അച്ഛനും തമ്മിലുള്ള സ്നേഹം, ബാപ്പയും ഉമ്മയും തമ്മിലുള്ള സ്നേഹം, ബാപ്പയും കുട്ടികളും തമ്മിലുള്ള സ്നേഹം, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലോകം കണ്ടു പഠിക്കേണ്ടത്. തീർച്ചയായിട്ടും ആ മകളോട് ഉപ്പയോടുള്ള ആ സ്നേഹം തീർച്ചയായിട്ടും മലയാളികൾ എന്നല്ല, ഇന്ന് ലോകത്ത് എല്ലാവരും കണ്ടിട്ട് കണ്ണിൽ നിന്ന് തീർച്ചയായിട്ടും കണ്ണുനീർ പൊയ്ക്കാതെ നമുക്ക് ഈ വീഡിയോ കാണാൻ വേണ്ടി സാധിക്കില്ല. അത്രമാത്രം പുണ്യമായ ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് ഈ ഒരു ദിവസം തീർച്ചയായിട്ടും ഈ വീഡിയോ തീർച്ചയായിട്ടും ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽപ്പെട്ട വീഡിയോകളൊക്കെ നിങ്ങൾ മാക്സിമം തീർച്ചയായിട്ടും നിങ്ങളെ കുട്ടികൾക്കും കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കാണുക. കാരണം
നാളെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽപ്പെട്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ മൂല്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആ കൊച്ചുമകളുടെ ഉപ്പയോടുള്ള ആ നിഷ്കളങ്കമായ ഇടപെടലുകൾ തീർച്ചയായിട്ടും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. തീർച്ചയായിട്ടും ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഇതിനോടകം തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങളും ഈ വീഡിയോ കാണുക. അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? ആ ഉപ്പയും മകളുടെ സ്നേഹവും അതുപോലെ തന്നെ ആ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള അവരുടെ ആ കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങളും എല്ലാം തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നതാണ്. നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും നിർദ്ദേശങ്ങളായിട്ടും അഭിപ്രായങ്ങളായിട്ടും നിങ്ങൾ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.